ഉദ്ധിത ദൈവമേ രക്ഷക സമാധാനമേ. ഇന്ന് ഞായറാഴ്ച. ഇന്നത്തെ തിരുവചനം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. സൃഷ്ടാവായ കർത്താവ് തന്നെയാണ്, ക്രിസ്തു തന്നെയാണ് ദൈവമെന്ന് ഏറ്റുപറയുന്നുകൊണ്ട് വിശ്വാസത്തെ അടിത്തറയിട്ട് പറയുന്ന തോമാസ് ലീഹയെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ കയ്യിലുള്ള പഴുതുകളിൽ കൈവിരലിടുകയും പാർശ്വത്തിൽ കൈ വെക്കുകയും ചെയ്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ പ്രകൃതി പുരുഷ എന്ന പൂർണ്ണമായ കർത്താവിനെ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. വളരെ പ്രധാനമായി ഈ തിരുവചനങ്ങളിലൂടെ ഓടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ തോമാസ് ലീഹായെ മാറ്റി നിർത്തി എന്നതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല, പൂർണ്ണമായി അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊരു സത്യം ഈ വചനത്തിലുണ്ട്. അനേകം വർഷക്കാലം ഒരുമിച്ചുണ്ടായിട്ടും ഒരു അപ്പനെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല, ഒരമ്മയുടെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, സഹോദരങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കൂട്ടുകാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ ഫലമായി മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്ന അനേകം മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് അത് കാണുവാൻ കഴിയാത്തതെന്ന് പറയുമ്പോൾ നമുക്ക് അത് തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് പോകാത്തതിൻ്റെ ഫലമായിട്ടാണ്. ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ അത് കിട്ടിയിട്ടേ ഞാൻ അതിൽ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന മനുഷ്യരാണ് നമ്മൾ കൂടുതലും. അതിലെന്താ സംഭവിക്കുന്നത്? ചില കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവൻ്റെ വളർച്ച അതോടെ നശിക്കുകയാണോ നശിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത് മനസ്സിലാക്കണം. തരാതെ ലഭിക്കുമ്പോൾ അവസാനം വരെ മാറ്റി നിർത്തുമ്പോൾ അവൻ പൂർണ്ണതയിലേക്ക് വളരാൻ ഒരവസരം ദൈവം തരികയാണെന്നുള്ള സത്യം മനസ്സിലാക്കണം. നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പൂർണ്ണതയിലേക്ക് അവന് വളരാൻ കഴിയില്ല. മാറ്റി നിർത്തപ്പെട്ടതുപോലെ തോമാസ് ലീഹയെ മാറ്റി നിർത്തിച്ച് അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത് തോമാസ് ലീഹയോടെയാണ്. ഒരു സഭ തന്നെ ഭാരതത്തിൽ സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ നാം മനസ്സിലാക്കണം, മാറ്റി നിർത്തപ്പെടുമ്പോൾ പല കാര്യങ്ങളും ലഭിക്കാതെ വരുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ തോമാസ് ലീഹയെ പോലെ മനസ്സിലാക്കേണ്ട കാര്യം, അതിനെ പൂർണ്ണമായി വളർത്തുന്നതിന് വേണ്ടി കർത്താവ് മാറ്റി നിർത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തോമാസ് ലീഹയിലൂടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിൽ വളർത്തുവാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവും എൻ്റെ ദൈവം എന്ന് പറയുവാൻ നിങ്ങൾക്ക് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചു നിർത്തുകയാണ്. എല്ലാവർക്കും 1000 നന്മകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്